എവിടെ കയറി പോവാടി? അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. എനിക്ക് ദാഹിച്ചു. ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാ. ഇച്ചായൻ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയോ? അടുക്കളയിൽ ലൈറ്റ് കണ്ടപ്പോൾ ഞാൻ കരുതിയതോ കള്ളന്മാരാണെന്ന്. റൂമിൽ ചെന്ന് ഫോൺ എടുത്തിട്ട് ഇച്ചായനെ വിളിക്കാമെന്ന് കരുതി അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു. അവൾ അവനെ നോക്കി ചിരിച്ചു കാണിച്ചു. നിനക്ക് എന്നെ വിളിച്ചിട്ട് ഇറങ്ങി വന്നാൽ പോരായിരുന്നോ? ഈ രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങി വന്നാൽ നീ പറഞ്ഞതുപോലെ വല്ല കള്ളന്മാരുമായിരുന്നെങ്കിലോ? നിന്നെ കൊന്നിട്ടേച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തോണ്ട് പോകും. അവൻ അവളെ നോക്കി പറഞ്ഞതും അവളും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. അല്ല, പിന്നെ നീയായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അവൻ ഒളിക്കണ്ണിട്ട് അവളെ നോക്കി പറയുന്നത് കേട്ട് അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അല്ല, അവർക്ക് അവരുടെ ജീവനിലും കാണില്ലേ കൊതി? അവൻ അങ്ങനെ പറയുന്നത് കേട്ട് തന്നെ കളിയാക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങോട്ട് മാറി നിൽക്ക്. അവനെ തള്ളി മാറ്റി അവൾ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് നിർത്തിയിരുന്നു. ദേ വിടുകടുവേ, അങ്ങോട്ട് മാറിക്കേ. ഋഷു അവൻ്റെ നെഞ്ചിൽ പതുക്കെ തള്ളിക്കൊണ്ട് പിണക്കം നടിച്ചു. ഓ, എൻ്റെ പെണ്ണ് അപ്പോഴേക്കോ എന്നോട് പിണങ്ങിയോ? അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈ ചുറ്റി തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവൾക്കാണെങ്കിൽ ചിരിയും വന്നു. ഹോ, എൻ്റെ പെണ്ണിന് കള്ളച്ചിരിയൊക്കെ വരുന്നുണ്ടല്ലോ. അവൻ വീണ്ടും അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. വീടിച്ചായ, എനിക്ക് പേടിയാവുന്നു. ആരെങ്കിലും കാണും, ഒന്ന് വിട്ടേ. അവൾ അവനിൽ നിന്നും മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ആര് കാണാൻ? ഈ അർദ്ധരാത്രിയിൽ എല്ലാവരും നല്ല ഉറക്കത്തിലാടി എൻ്റെ കൊച്ചേ. ക്രിസ്റ്റി അവളുടെ ആ കുറുമ്പ് നിറഞ്ഞ മുഖത്തേക്ക് നോക്കി. കടുവ, അവൾ പിറുപിറുത്തു. നീ എന്നെ എന്താ വിളിച്ചേ? കടുവയെന്നോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. ആ പിന്നെ, കടുവ എപ്പോഴും കടുവ തന്നെയാ, കള്ളക്കടുവ, അവൾ വീണ്ടും പറഞ്ഞു. അത് കേട്ടതും അവൻ അവളുടെ ചുണ്ടിലൊന്ന് വിരലുകൾ കൊണ്ട് അമർത്തി ഞെവിടി. ആ, അവൾ വേദന കൊണ്ട് പറഞ്ഞു. ഈ കള്ളക്കടുവ പലതും കട്ടെടുക്കും, കാണണോ നിനക്ക്? അവൻ പറഞ്ഞുകൊണ്ട് അവളിലേക്ക് മുഖം അടുപ്പിച്ചു. അവൻ്റെ ശ്വാസം അവളുടെ കവിളിൽ തട്ടുന്നുണ്ടായിരുന്നു. ഋഷു നാണം കൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയാതെ തല താഴ്ത്തി. ക്രിസ്റ്റി പതുക്കെ അവളുടെ കൈവിരലുകളിൽ കോർത്തു പിടിച്ചു. ക്രിസ്റ്റി അവളുടെ നെറ്റിയിൽ പതുക്കെ തൻ്റെ ചുണ്ടുകൾ ചേർത്തു. നമുക്ക് റൂമിൽ പോയാലോ? പതിയെ അവളുടെ കാതിലായി അവൻ ചോദിച്ചു. അയ്യേ, കള്ളബടുവ, മൂട്ടി നിൽക്കുക അല്ലേ? അവൾ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൻ അട്ടഹസിച്ച് ചിരിക്കുന്നത് പോലെ ചിരിക്കാൻ തുടങ്ങി. അവൾ പെട്ടെന്ന് അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു. എൻ്റെ പൊന്നിച്ചായ, ഒന്ന് പതുക്കെ. ആരെങ്കിലും കേട്ടോണ്ട് വന്നാൽ നാണക്കേടാ. നമുക്ക് രണ്ടിനും ഉറക്കമില്ലെന്ന് വിചാരിക്കും. പിന്നെ അവരുടെ മുഖത്ത് നോക്കാൻ പോലും കഴിയില്ല കേട്ടോ. അവൾ അവൻ്റെ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ പതിയെ അവളുടെ കൈ അവൻ്റെ വായിൽ നിന്നും എടുത്തു മാറ്റി. അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിലേക്ക് നീണ്ടു. അവൻ നോക്കുന്നത് തൻ്റെ ചുണ്ടിലേക്കാണെന്ന് മനസ്സിലാക്കിയ ഋഷു അവന് മുഖം കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചമ്മല കൊണ്ട് നോക്കാൻ തുടങ്ങി. അവൻ പെട്ടെന്ന് അവളുടെ പിന്തലയിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അവളെ അടുപ്പിച്ചു. ശ്വാസം പോലും കടന്നു പോകാത്ത വിധം അവൻ്റെ മുഖം അവളിലേക്കടുത്തു. അവൾ പതിയെ കണ്ണുകൾ അടച്ചു. അവൻ്റെ ചുണ്ട് അവളുടെ ചുണ്ടുമായി കോർത്തു. ഋഷു തൻ്റെ രണ്ട് കൈയും അവൻ്റെ ഷോൾഡറിൽ അമർത്തി. ദീർഘമായൊരു ചുംബനം, അതായിരുന്നു അവൻ അവൾക്ക് വേണ്ടി നൽകിയത്. അവളും അത് ആസ്വദിച്ചിരുന്നു. പെട്ടെന്ന് വീടിൻ്റെ പുറത്ത് എന്തോ ഒരു ശബ്ദം കേട്ടതും രണ്ടുപേരും ഞെട്ടിമാറി. അയ്യോ ഇച്ചായ, എന്താ? അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. എന്തിനിങ്ങനെ പേടിക്കുന്നത്? അത് പുറത്ത് പൂച്ച ചാടിയത് വല്ലതുമായിരിക്കും. അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, നീ വെള്ളം കുടിക്കാനല്ലേ വന്നത്? നിന്റെ ദാഹമൊക്കെ പോയോ? അവനൊരു കുസൃതി ചിരിയോടെ അവളെ നോക്കി മീശ പിരിച്ചു പറഞ്ഞു. അതിനൊന്നും പറയാതെ അവൾ തല താഴ്ത്തി. വാ. അവളുടെ കയ്യും പിടിച്ച് അവൻ അടുക്കളയിലേക്ക് നടന്നു. അവൻ തന്നെയാണ് ഫ്രിഡ്ജിൽ നിന്നും അവൾക്ക് വെള്ളമെടുത്ത് കൊടുത്തിരുന്നത്. അത് കൊണ്ടുപോയിക്കോ റൂമിലേക്ക്. അവൻ പറഞ്ഞത് അവൾ തലയാട്ടി. ശേഷം അവർ രണ്ടുപേരും കൂടി മുകളിലേക്ക് പോകാൻ തുടങ്ങി. അല്ല, ഇച്ചാനെന്താ രാത്രിയിൽ അടുക്കളയിൽ ചെയ്തത്? അവൾ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. എനിക്കെന്തോ കിടന്നിട്ട് ഉറക്കം വന്നില്ല. വല്ലാത്ത വിശപ്പും തോന്നി. നമ്മൾ വരുന്ന വഴി കഴിച്ചതല്ലേ. ഉറങ്ങാതെ കിടന്നത് കൊണ്ടായിരിക്കാം വിശപ്പടിച്ചത്. വല്ലതും കഴിക്കാനിരിപ്പുണ്ടോ എന്ന് അടുക്കളയിൽ നോക്കാൻ വേണ്ടി വന്നതാ. അപ്പോഴാണ് മാഗി ഇരിക്കുന്നത് കണ്ടത്. റയാനത് ഇഷ്ടമായതുകൊണ്ട് അവൻ ഈ പറഞ്ഞതുപോലെ ഒരു പാതിരാക്കോഴി ആയതുകൊണ്ടും ഇതുണ്ടാകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ പിന്നെ അതൊരെണ്ണം ഉണ്ടാക്കി കഴിച്ച് പാത്രമൊക്കെ കഴുകി റൂമിലേക്ക് പോകാൻ നിന്നപ്പോഴാണ് നീ ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോകുന്നത് കണ്ടത്. അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കിയതും അവൾ തലയാട്ടി. ഇനി ചെന്ന് കിടക്കാൻ നോക്ക്. വെറുതെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കാതെ ചെന്ന് കിടന്നുറങ്ങ്. ഇത്ര യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ, ക്ഷീണം കാണും. അതല്ല നിനക്ക് വിരോധമൊന്നുമില്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി കെട്ടിപ്പിടിച്ച് എൻ്റെ റൂമിൽ കിടന്നുറങ്ങാം. അവൻ അവളെ നോക്കി മീശ പിരിച്ച് അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു. അയ്യടാ. അവൾ അവനെ നോക്കി കൊഞ്ഞണം കുത്തി കാണിച്ചു. പിന്നെ വെള്ളവുമായി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി.
അവനും അവളെ നോക്കി ചിരിച്ചുകൊണ്ട് തൻ്റെ റൂമിലേക്ക് പോയിരുന്നു. സോണി അയാളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ടായതുകൊണ്ട് തന്നെ അവളുടെ മമ്മിക്ക് അന്ന് രാത്രി ഉറക്കം വന്നതേയില്ല. അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അവളോട് ചോദിച്ചറിയാൻ അവർക്ക് വെമ്പല് കൊള്ളുകയായിരുന്നു. അയാളാണെങ്കിൽ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയും അവളെ തല്ലുകയൊക്കെ ചെയ്തതുകൊണ്ട് ഉറങ്ങാൻ വേണ്ടി റൂമിലേക്കും വന്നിരുന്നില്ല. ഹാളിലിരുന്ന് മദ്യം കഴിക്കുകയായിരുന്നു അയാൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവളുടെ മമ്മി. അവളും ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്നവർക്ക് മനസ്സിലായി. മദ്യമൊക്കെ കഴിച്ച് ഫിറ്റായതിനു ശേഷം അയാൾ മറ്റൊരു റൂമിലേക്ക് പോയിരുന്നു. അയാൾ അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയ അവർ തൻ്റെ മകളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി അവളുടെ മുറിയിലേക്ക് നടന്നു. അവർ ചെന്നപ്പോൾ അവളുടെ മുറിയിൽ വെളിച്ചമുണ്ടായിരുന്നു. അവർ പ്രതീക്ഷിച്ചതുപോലെ അവളും ഉറങ്ങിയിട്ടുണ്ടായിരിക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി. പതിയെ ചെന്ന് അവളുടെ വാതിലിൽ ഒന്ന് കൊട്ടി. എന്തൊക്കെയോ ആലോചനയോടുകൂടി ഇരിക്കുകയായിരുന്നു അവൾ. പെട്ടെന്ന് തന്നെ വാതിലിൽ ഒരു കൊട്ട് കേട്ടതും അവൾ ഞെട്ടിപ്പോയി. ആരാണെന്നുള്ള അർത്ഥത്തിൽ സംശയത്തോടെ അവൾ വാതിലിലേക്ക് നോക്കി. മോളെ, ഞാനാ, വാതിൽ തുറക്ക്. ഒരു പക്ഷെ ആരാണെന്നുള്ള സംശയത്തോടെ ആയിരിക്കാം അവൾ വാതിൽ തുറക്കാത്തത് എന്ന് മനസ്സിലായ അവർ അവളോട് പറഞ്ഞു. തൻ്റെ മമ്മിയുടെ ശബ്ദമാണെന്ന് മനസ്സിലാക്കിയ സോണി ചെന്ന് വാതിൽ തുറന്നു. മുറിയുടെ മുൻപിൽ നിൽക്കുകയാണവർ. കണ്ണൊക്കെ കരഞ്ഞു കലങ്ങിയിട്ടുണ്ട്. മുഖമൊക്കെ വാടി തളർന്ന് വല്ലാതെയായി പോയിരുന്നു. അവരുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും സോണിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. മമ്മി, വാ, അകത്തേക്ക് വാ. അവൾ അവളുടെ മമ്മിയെ തൻ്റെ റൂമിനകത്തേക്ക് ക്ഷണിച്ചു. അവളുടെ മമ്മി പതുക്കെ നടന്ന് അവളുടെ കട്ടിലിൻ്റെ അരികിലേക്കിരുന്നു. സോണി ഒന്നും മിണ്ടാതെ മമ്മിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം അവരുടെ മടിയിലേക്ക് തലചായ്ച്ച് കിടന്നു. മമ്മി അവളുടെ തലമുടിയിൽ പതുക്കെ തലോടിക്കൊണ്ടിരുന്നു. കുറച്ചു നേരം ആ മുറിയിൽ പൂർണ്ണമായ നിശബ്ദതയായിരുന്നു. ആദ്യമായി അവളുടെ മമ്മിയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുന്നത്, അതും വർഷങ്ങൾക്ക് ശേഷം. പണ്ട് കുഞ്ഞുനാളിൽ അവരുടെ മടിയിൽ മിക്കവാറും ഇങ്ങനെ വന്ന് കിടക്കുമായിരുന്നു. എന്നാൽ വളർന്നു വലുതായപ്പോൾ അപ്പൻ്റെ സ്വാധീനവും പണവും ഒക്കെ കണ്ട് അവളുടെ കണ്ണ് മഞ്ഞളിച്ചു. സ്നേഹത്തിനും ബഹുമാനത്തിനും മുകളിൽ അഹങ്കാരമായി. പപ്പയുടെ ഒപ്പം ചേർന്ന് മമ്മിയെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തു തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെ അവൾ മമ്മിയുടെ അടുത്ത് ഇങ്ങനെ വന്നിരുന്നിട്ടില്ല. രണ്ടുപേരും അതൊക്കെ തന്നെയായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നത്. സോണിമോളെ, മമ്മി പതുക്കെ ഇടറിയ ശബ്ദത്തിൽ അവളെ വിളിച്ചു. കണ്ണുകളടച്ച് കിടക്കുകയായിരുന്ന അവളൊന്ന് മൂളി. മോളെന്താ ഉറങ്ങാഞ്ഞേ? പപ്പ തല്ലിയത് മോൾക്ക് വിഷമമായല്ലേ? ആദ്യമായിട്ടാ നിന്നെ നിന്റെ പപ്പ തല്ലുന്നത്. അവരെന്തോ ഓർത്തതുപോലെ അവളോട് പറഞ്ഞു. എനിക്ക് പപ്പ എന്നെ തല്ലിയതിലല്ല സങ്കടം. എനിക്കതിൽ ഒരു വിഷമവും മമ്മി. എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നത് ഞാൻ മമ്മിയെ അത്രയും വിഷമിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. അവൾ സങ്കടത്തോടെ കണ്ണുകൾ തുടച്ചു. അതൊന്നും സാരമില്ല മോളെ. നീ അങ്ങനെയൊക്കെ എന്നോട് കാണിക്കുമ്പോഴും ഞാൻ ദൈവത്തോട് മാത്രമാണ് എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ കണ്ണുനീര് കണ്ടത് അവർ മാത്രമായിരിക്കും. നീ എൻ്റെ മകളായിരുന്നിട്ട് കൂടി എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നായിരുന്നു എൻ്റെ വിഷമം. പക്ഷേ ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എനിക്ക് വേണ്ടി എൻ്റെ മോൾ സംസാരിച്ചത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. പക്ഷേ അവർ ബാക്കി പറയാതെ നിർത്തി. എന്താ മമ്മി, എന്നോട് പറയ്, അവൾ അവരെ നോക്കി ചോദിച്ചു. നീ പപ്പയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ സംശയത്തോടെ തിരികെ ചോദിച്ചു. മമ്മിക്ക് വിഷമമായോ ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ? സോണി മമ്മിയുടെ മടിയിൽ നിന്നും പതുക്കെ എഴുന്നേറ്റിരുന്ന് അവരുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അതല്ല, മോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ സത്യമാണോ? ഷീതു അവളാണോ എൻ്റെ മോള്? അത് പറയുമ്പോൾ അവർ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. മമ്മി കരയല്ലേ, സങ്കടപ്പെടല്ലേ മമ്മി. മമ്മിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാവുമല്ലേ ചെയ്യേണ്ടത്? മമ്മി ഇത്രയും നാൾ ആഗ്രഹിച്ചിരുന്നതല്ലേ ഇപ്പം കണ്ടെത്തിയത്? ആരോടും പറയാനാകാതെ ഈ മനസ്സിൽ കൊണ്ടു നടക്കുകയായിരുന്നില്ലേ ഇതൊക്കെ? ആരുടെ സഹായം പോലും അഭ്യർത്ഥിക്കാൻ കഴിയാതെ ചേച്ചി എങ്ങനെ കണ്ടെത്തുമെന്നല്ലായിരുന്നു മമ്മിയുടെ മനസ്സിലാവലാതി. അവൾ അവരുടെ താടിത്തുമ്പിൽ പിടിച്ച് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. ഞാൻ മമ്മിക്ക് സർപ്രൈസ് ആയിട്ട് വെച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് പപ്പയുടെ മുമ്പിൽ വെച്ച് എനിക്ക് പറയേണ്ടി വന്നത്. ചേച്ചിയെ മമ്മിയുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം ഇതാണ് മമ്മി ഇത്രയും വർഷം കാത്തിരുന്ന മകളെന്ന് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ദൈവം ഇങ്ങനെയൊക്കെയാ, മമ്മി സത്യങ്ങൾ അറിയണമെന്നായിരിക്കും. അവൾ പറയുന്നത് കേട്ടവർ സങ്കടം സഹിക്കാൻ വയ്യാതെ കണ്ണുകൾ നിറച്ച് കരഞ്ഞിരുന്നു. നാളെ തന്നെ ഞാൻ മമ്മിയെ ചേച്ചിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. ചേച്ചിക്ക് മമ്മിയെ കാണണമെന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ പപ്പ ഇവിടെ ഉള്ളതുകൊണ്ട് ഒന്നിനും കഴിയില്ലല്ലോ. ഇന്ന് തന്നെ ഞാൻ അവൻ്റെ കൂടെ വന്നിറങ്ങിയപ്പോൾ റിയാക്ട് ചെയ്തത് എങ്ങനെയാണെന്ന് മമ്മി കണ്ടതല്ലേ? അപ്പോൾ പിന്നെ ചേച്ചി വന്നിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? നമുക്ക് നാളെ തന്നെ ഇവിടെ നിന്നും പോകണം. ചേച്ചി മമ്മിയേയും കാത്തിരിക്കുക. അവൾ സന്തോഷത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. പക്ഷെ മോളെ, നമ്മൾ എങ്ങനെയാണ് ഇവിടുന്ന് പോകുന്നത്? അയാൾ നമ്മളെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അവർ ആവലാതിയോടുകൂടി അവളോട് ചോദിച്ചു. മമ്മി എന്തിനാ പപ്പ ഇങ്ങനെ പേടിക്കുന്നത്? ഇങ്ങനെ പേടിച്ച് ജീവിച്ചതുകൊണ്ടല്ലേ ഇത്രയും വർഷം ഒരു സന്തോഷവും സമാധാനവും ഇല്ലാതെ ഈ വീട്ടിനകത്ത് മമ്മി ഒറ്റപ്പെട്ടു പോയത്? അവൾ കുറച്ച് ദേഷ്യത്തോടെയും വിഷമത്തോടെയും അവരെ നോക്കി ചോദിച്ചു.
മോള് പറഞ്ഞത് ശരിയാ. ഈ 30 വർഷം ആ മനുഷ്യന്റെ മുൻപിൽ ഒരക്ഷരം പോലും തിരിച്ചു പറയാൻ ധൈര്യമില്ലാതെ ജീവിച്ചവളാ ഞാൻ. നീ പറഞ്ഞതൊക്കെ ഇത്ര കറക്റ്റാണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ സ്നേഹിച്ച ആളെ എനിക്ക് നഷ്ടപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും സമാധാനത്തോടെ ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അയാൾക്ക് എപ്പോഴും വലുത് അയാളുടെ അഹങ്കാരവും പണവും കൂട്ടുകാരും മാത്രമായിരുന്നു. നിന്നെ പ്രസവിച്ചു എന്നല്ലാതെ അയാളിൽ നിന്നൊരു സന്തോഷവും ഞാൻ അനുഭവിച്ചിട്ടില്ല. അവർ പറഞ്ഞുകൊണ്ട് തന്റെ മകളുടെ തോളിലേക്ക് ചാഞ്ഞു. അവൾ ഒരു കൈകൊണ്ട് തന്റെ മമ്മിയെ ചേർത്ത് പിടിച്ചു. മോളെ, അവർ വിളിച്ചതും അവർ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. ദേവൻ, അവർ തന്റെ മകളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അങ്കിൾ അവിടെ ഇല്ല. ചേച്ചിയുടെ തറവാട്ടിലേക്ക് പോയപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നു മമ്മി പറഞ്ഞു. അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അവള് തന്റെ മമ്മിയോട് പറഞ്ഞു. അതുകൊണ്ട് അങ്കിൾ വന്നില്ല. അവരുടെ കേസിന്റെയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുക. ഒരാഴ്ച കഴിഞ്ഞ് വരുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അവൾ ചെറു പുഞ്ചിരിയോടെ അവരോട് മറുപടി പറഞ്ഞു. എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി മോളെ. പക്ഷെ എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെ നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവർ അവളുടെ കവിളിലൊന്ന് തലോടി. നിനക്ക് ഇങ്ങനെയൊരു ജീവിതം ഒരിക്കലും കിട്ടരുത്. അവർ വീണ്ടും തൻ്റെ മകളെ നോക്കി പറഞ്ഞു. മമ്മി, ചേച്ചിയുടെ നാട്ടിൽ പോയപ്പോൾ ഒരു സംഭവം ഉണ്ടായി. അവൾ പറഞ്ഞുകൊണ്ട് മെൽവിൻ്റെ കാര്യങ്ങൾ ഓർത്തു. അവനെപ്പറ്റി ഓർത്തതും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായി. എന്താ മോളെ? അവളുടെ ഭാവം മാറിയത് കണ്ട് അവർ സംശയത്തോട് ചോദിച്ചു. ഉത്സവത്തിന് മെൽവിനെ കണ്ടതും ശേഷം അത് ചാർലിയുടെ ഫ്രണ്ടാണെന്ന് അറിഞ്ഞതും വെച്ച് അവൻ അവളെ ഒരു IPS ഓഫീസർ ആണെന്ന ഭാവമൊന്നുമില്ലാതെ തന്നോട് പ്രണയം പറഞ്ഞതും അവൾ അതിന് മറുപടി പറഞ്ഞതും ഒക്കെ അവരോട് തുറന്നു പറഞ്ഞു. അതൊക്കെ കേട്ടതും അവളുടെ മമ്മിയുടെ മുഖത്ത് സന്തോഷത്തിൻ്റെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. മെൽവിൻ, നല്ല പേര്, മമ്മി പറഞ്ഞു. അത് കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. ഒരു IPS ഓഫീസർ ആയിട്ടും കൂടി നിന്റെ മനസ്സിനെ ഇത്രമാത്രം ബഹുമാനിക്കാൻ അയാൾ കാണിച്ച മനസ്സുണ്ടല്ലോ, അത് വലിയൊരു കാര്യമാണ് മോളെ. പപ്പയെപ്പോലെ വാശിയോ അധികാരവും കാണിക്കുന്ന ഒരാളല്ല. പകരം നിന്നെ മനസ്സിലാക്കുന്ന ഒരാളാണ് നിന്റെ ലൈഫിലേക്ക് വരേണ്ടത്. ഞാനിവിടെ ജീവിച്ചതുപോലെ എൻ്റെ മോള് ജീവിക്കരുത്. എല്ലാ സ്വാതന്ത്ര്യത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും വേണം എൻ്റെ മോള് ജീവിക്കാൻ. അതാണേ നമുക്ക് ആലോചിക്കാം മോളെ. അവർ അവളെ നോക്കി പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു. മോളെ, ജീവിതത്തിൽ നമുക്ക് പണമല്ല പ്രധാനം, സമാധാനമാ. അതില്ലെങ്കിൽ എത്ര പണം ഉണ്ടെന്ന് പറഞ്ഞാലും രാത്രിയിലൊന്നും ഉറങ്ങാൻ പോലും കഴിയില്ല. അവളോടത് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. മതി മമ്മി കരഞ്ഞത്. ഇനി എൻ്റെ മമ്മി കരയാൻ പാടില്ല. അതും പറഞ്ഞ് അവൾ അവരുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. പക്ഷെ മമ്മി, പപ്പ ഇതറിഞ്ഞാൽ? സോണിയുടെ മുഖത്ത് വീണ്ടും ഒരു ഭയം നിഴലിച്ചു. പപ്പയോർത്ത് നീ പേടിക്കണ്ട. നിന്റെ കൂടെ ഈ മമ്മയുണ്ടാകും. ഇന്നലെ നീ തിരിച്ച് പ്രതികരിച്ചപ്പോൾ തന്നെ അയാളുടെ ആ പഴയ അഹങ്കാരത്തിന് ചെറിയൊരു കോട്ടം തട്ടിയിട്ടുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കെ, മമ്മി അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം മുറിയിലേക്ക് പോകാൻ അവിടെ നിന്നും എഴുന്നേറ്റു. മമ്മി, അവൾ വിളിച്ചതും അവരെന്താണെന്നുള്ള അർത്ഥത്തിൽ അവരുടെ മുഖത്തേക്ക് നോക്കി. ഇന്നെൻ്റെ കൂടെ ഇവിടെ കിടക്കാവോ? അവൾ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ അങ്ങനെ ചോദിക്കുന്നത് കേട്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷമാണ് അവൾ അവരോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. കുഞ്ഞുനാളിൽ അവൾ അങ്ങനെ പറയുന്നതും നിമിഷം അവരുടെ മനസ്സിൽ കൂടി കടന്നു വന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു.